2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ്. 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം LDF, UDF, BJP സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. പലയിടത്തും ത്രികോണ പോരാട്ടങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള ദേശീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? 140 നിയമസഭാ മണ്ഡലങ്ങൾ, ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കോഴിക്കോട് ഇത്തവണ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? കോഴിക്കോട് 13 നിയമസഭാ മണ്ഡലങ്ങൾ, ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കൊയിലാണ്ടി, നാദാപുരം, കുറ്റിയാടി, തിരുവമ്പാടി, കൊടുവള്ളി, കുന്നമംഗലം, പേരാമ്പ്ര, ബാലുശ്ശേരി, വടകര, എരത്തൂർ, ഇവിടെയൊക്കെ തന്നെ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാനായി പോകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് നോക്കാനായി പോകുന്നത്? തീർച്ചയായിട്ടും വമ്പൻ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും കോഴിക്കോട് ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത് LDF ആണ്. LDFിൻ്റെ ഒരു തരംഗം 2021 ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 2026 വരുമ്പോഴത്തേക്കും എന്ത് അട്ടിമറിയാണ് സംഭവിക്കുന്നത്? UDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? BJPക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കോഴിക്കോട് സാധിക്കുമോ എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കണക്കുകളിലേക്ക് തന്നെ പോവാം. ആദ്യം നമുക്ക് ഏലത്തൂർ നോക്കാം. LDF ആണ് അവിടെ നിലവിലുള്ളത്. അവിടെ തീർച്ചയായിട്ടും BJPക്കും വോട്ടുകളുണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. 30,000-ൽ കൂടുതൽ വോട്ടുകൾ അവിടെ BJPക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ LDFന് വോട്ട് കുറയുകയും അവിടെ UDFന് വോട്ട് കൂടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും. പക്ഷേ അതൊരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. ഒരു 50-50 ചാൻസ് അവിടെ നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കോഴിക്കോട്ടിലേക്ക് വരുമ്പോൾ, കോഴിക്കോട് നോർത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. അവിടെയും BJPക്ക് 30,000-ലധികം വോട്ടുകൾ നിലവിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയും തീർച്ചയായിട്ടും LDFന് വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ സീറ്റ് LDF നിലനിർത്താൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇനി നേരെ നമുക്ക് കോഴിക്കോട് സൗത്തിലേക്ക് വരാം. കോഴിക്കോട് സൗത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. അവിടെ BJPക്ക് 25,000-ൽ കൂടുതൽ വോട്ടുകൾ നിലവിലുണ്ട്. BJP വോട്ടുകൾ കൂടുകയും LDF വോട്ടുകൾ കുറയുകയും UDF വോട്ടുകൾ കൂടുകയും ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ LDF ആ സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം. ഇനി ബേപ്പൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. കൊയിലാണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ് ആ സീറ്റ് LDF നിലനിർത്താനായിട്ട് സാധ്യത കാണുന്നുണ്ട്. നാദാപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും നാദാപുരം നിലവിൽ LDFിൻ്റെ കൈവശമാണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. UDF വോട്ടുകൾ കൂടും. ചിലപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. ഇനി കുറ്റിയാടിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു LDF UDF ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും. അവിടെ വോട്ടുകൾ കുറയും, LDFിന് വോട്ടുകൾ കുറയും, UDFിന് വോട്ടുകൾ കൂടും. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവിടെ UDFിന് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇനി തിരുവമ്പാടിയിലേക്ക് വരുമ്പോഴത്തേക്കും തിരുവമ്പാടി നിലവിൽ LDF ആണ്. അതും ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. UDFിന് സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. LDFിന് വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇനി കൊടുവള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. ആ സീറ്റ് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നതെന്ന് പറയുന്നത്. ഇനി കുന്നമംഗലത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുന്നമംഗലത്ത് നിലവിൽ LDF ആണ്. അവിടെ BJPക്ക് വോട്ടുകൾ 30,000-ലധികമുണ്ട്. BJP വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ LDFിനാണ് നിലവിൽ നേരിയ തോതിൽ മുൻതൂക്കം കാണുന്നത്. പേരാമ്പ്രയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി ബാലുശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും ബാലുശ്ശേരിയിൽ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി വടകരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. അത് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും 13 നിയമസഭാ സീറ്റുകൾ, 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 2026 സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അത് 2021 LDF ഏകദേശം തൂത്തുവാരിയെങ്കിൽ 2026 വരുമ്പോഴത്തേക്കും ആ തൂത്തുവാരൽ നടക്കുമോ, അതല്ല അവിടെ ഒരു അട്ടിമറി നടക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും LDFിന് സീറ്റുകൾ കുറയാനായിട്ട് തന്നെയാണ് സാധ്യത കാണുന്നത്. UDFിന് സീറ്റുകൾ കൂടും. BJP വോട്ടുകൾ പലയിടത്തും വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് LDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ നിന്നും, അതായത് LDF 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും 11 സീറ്റുകളും UDFിന് 2 സീറ്റുകളും എന്നുള്ള കണക്കായിരുന്നു 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത് 2026 വരുമ്പോഴത്തേക്കും ഒരു അട്ടിമറി അവിടെ സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് LDFിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7-8 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ പറയുന്ന കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം UDFിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5-6 സീറ്റുകൾ മാക്സിമം UDFിന് നേടാനായിട്ടുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള സീറ്റുകളെക്കാളും യു ഡി എഫിന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും, എൽ ഡി എഫിന് സീറ്റുകൾ കുറയും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 8 സീറ്റിൽ എന്നുള്ള തരത്തിലേക്ക് എൽ ഡി എഫിന് കാര്യങ്ങൾ മാറുകയും യു ഡി എഫിനാണെങ്കിൽ പോലും യു ഡി എഫിനും ഒരു 5-6 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ അവർക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വോട്ടുകൾ പലയിടത്തും വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും വ്യക്തമാവുന്നു. നമുക്കറിയാം തീർച്ചയായിട്ടും 2026 തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും സർവേ റിസൾട്ടുകളൊക്കെ തന്നെ നിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സർവേ റിസൾട്ടുകളെല്ലാം തന്നെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സർവേ റിസൾട്ടുകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു പ്രകടനം ഈ പറയുന്ന തരത്തിൽ കോഴിക്കോട് എൽ ഡി എഫിന് കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ട് പോലെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എൽ ഡി എഫിന് അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും, തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫ് ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കാണേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെയും കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളത്തിൽ ഉടനീളം നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും കോഴിക്കോടും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം 2021 സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ആ കോഴിക്കോട് 2026 സീറ്റുകൾ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ഒരു തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കോഴിക്കോട് എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ പറയുന്ന സീറ്റുകൾ മാത്രമല്ല വോട്ടുകൾ പലയിടത്തും, അതായത് അവർ വിജയിക്കുന്ന സ്ഥലങ്ങളിലായാൽ പോലും ഈ 2021 വോട്ട് കണക്കായിരിക്കത്തില്ല, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വോട്ട് ഇടിവ് പലയിടത്തും ഉണ്ടാകുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതേസമയം യു ഡി എഫിനും ബി ജെ പിക്കും സീറ്റുകളൊന്നും തന്നെ പറയുന്നില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് വോട്ട് ഷെയർ കോഴിക്കോട് പലയിടത്തും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എന്തായിരിക്കും 2021 കണക്ക് 2026 ആവർത്തിക്കുമോ അതല്ല ഒരു അട്ടിമറി സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയാം.